ഇത് വലിയ ശല്യം. ആരാ വരുന്നത്? മലയാള സിനിമയിലെ ഒരു സൂപ്പർ കോമഡിയാണ് വരുന്നത്. നമ്മുടെ ഹരിശ്രീ അശോകൻ. ചേട്ടന്റെ റോളൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടാ. ഞാൻ ചോറ് തിന്നാറില്ല. ചോറല്ല, റോള് ചപ്പാത്തി കഴിക്കാറില്ല. വല്ലപ്പോഴൊക്കെ ചോറും കൂടി തിന്നണം, എന്നാലേ ശരീരം നന്നാകത്തുള്ളൂ. ഇത്തിരി വിശപ്പ്, ഇത്തിരി ചോറ് തരുമോ? പിന്നെ ഞാൻ നിനക്ക് ചോറ് എടുത്ത് ഞാൻ ഇവിടുത്തെ നിന്റെ പാചകക്കാരനാ. കാനാന്ന് ചോദിച്ചപ്പോ ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ വേണ്ട വേണ്ടെന്ന് പറയുമ്പോഴേ ഇങ്ങനെ ആർക്കും വേണ്ടാത്ത ശരീരമായി പോവും, മനസ്സിലായില്ല? എന്തുകൊണ്ടാണെന്നറിയില്ല, കൃഷ്ണന്റെ വേഷം കെട്ട് കഴിഞ്ഞാൽ എന്റെ പുറകെ പെമ്പിള്ളാരുടെ ഒരു ഘോഷയാത്രയാണ്. കൃഷ്ണന്റെ വേഷം കിട്ടിയ പെമ്പിള്ളാർ പുറകിടക്കുന്ന ആളെ കണ്ടില്ലേ? എന്താ ചേട്ടന്റെ പേര്? ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് ബൈജു. ഓ, ആ ബൈജു ആണ് ഈ ബൈജു. ഈ ബൈജു അല്ല, ആ ബൈജു. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ ഞങ്ങൾ ഔട്ടാകട്ടെ, എന്നാലും പൊക്കോട്ടെ. നീയല്ലേ ബൈജു? ഇപ്പൊ ആരാ കൺഫ്യൂഷൻ ആക്കി? ചേട്ടാ അവിടെ കാണണം കേട്ടോ, അവിടെ കാണണം. ഇവിടെ താൻ വരുന്ന നടന്മാരെല്ലാം ഇങ്ങനെ ഉഴപ്പി വിടരുത് കേട്ടോ, പറഞ്ഞേക്കാം. എന്റെ പൊന്നി ഇറക്കട, ഞാൻ ഇവിടെ നിന്ന് നോക്കട്ടെ. നീ വലിയ കൊല്ലാണല്ലോ. ഇത് പ്രൊഡ്യൂസർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അവിടെ ഷൂട്ടിംഗ് നടക്കണ്ടോ? ആ പ്രൊഡ്യൂസർ വരട്ടെന്നേ. പ്രൊഡ്യൂസർ വന്നിട്ട് ബാക്കി കാര്യം കൂടെ തീരുമാനിക്കാം. ശരി, അപ്പം പ്രൊഡ്യൂസർ വന്നാലേ ഞാൻ പോകും. ആ വരുന്നവരെ നമുക്ക് ആകാം, അറിയാലോ. അയ്യോ, അടുത്ത ആള് വരുന്നു. വരാൻ പോകുന്ന ആൾ ആരാൻ തനിക്ക് അറിയോ? ഇവിടെ ഹിന്ദി സിനിമ പോട്ടെ, മലയാള സിനിമ പോട്ടെ, ഇന്ത്യൻ സിനിമയിലെ തന്നെ സൂപ്പർ വില്ലനാ വരാൻ പോണത്. ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ വില്ലൻ എന്നാ അമരീഷ് പുരി കേട്ടിട്ടുണ്ട്? അമരീഷ് പുരി. അമരീഷ് പുരി. അങ്ങോട്ട് അവനോട് പറ. ഷൂസ് ഇല്ല, ഞാൻ മേടിച്ചില്ല. എന്താ മിണ്ടാ നിക്കുന്നത്? അല്ല, താനെ മിണ്ടാ നിക്കുന്നത്. ഇത്ര നേരം ഇതൊന്നും അല്ലായിരുന്നല്ലോ ഇവിടെ കിടന്നുള്ള ബഹളം. മലയാളം ഞാൻ പണി കൊടുത്താൽ മലയാളം മലയാളം അറിയാൻ സംസാരിക്കും. അവനോടൊന്ന് അതല്ല, അത് ആരാന്ന് കരുതിക്കൊണ്ട് താനീ പറയുന്നത്? അമരീഷ് പുരി. അവന് അമരീഷ് പുരി ഒന്നും അല്ലത്, പിന്നെ അവൻ അമരീഷ് നിക്കർ. ഇത്രയും പ്രായമുള്ള ആരെങ്കിലും നിക്കർ ഇട്ടുകൊണ്ട് നടക്കണം സംസാരിക്കും. നമ്മുടെ പിള്ളേരാണ് ഞാൻ പഠിക്കുക കൊന്നുള്ള. അയാള് നിരപരാധി. ആരാ നിരപരാധി? നിങ്ങൾ നിരപരാധിയാണ്. ഞാൻ നിങ്ങളുടെ നിരപരാധിയാണ്. നിങ്ങളാണ് നിരപരാധി. എടാ ഞാൻ ചോദിക്കട്ടെ, നീ ഇപ്പൊ അവിടെ നിന്ന് നടന്നു വന്നല്ലേ? എന്നിട്ട് തന്നെത്താനെ വീണല്ലേ? അതെ. അപ്പൊ പിന്നെ ഞാനിങ്ങനെ നിരപരാധിയാണ്. ഞാനാണല്ലോ നിരപരാധി. ഞാൻ തന്നെത്താനെ വീണതല്ലോ. ഇത് എന്ത് വർത്താനാണ് നീ പറഞ്ഞത്? എടാ താൻ ഇങ്ങോട്ട് ഓടി വന്ന് തന്നെത്താനെ ഉരുണ്ട് വീണ ഞാനങ്ങനെ നിരപരാധിയാണ്? താനല്ലേ നിരപരാധി. അതല്ലേ പറഞ്ഞത്. എടാ മോനെ, ഞാൻ പറഞ്ഞത് ഈ നിന്റെ ഡയറക്ടർ പുള്ളി അവിടെ നടന്നു വന്നു. എന്റെ കാലത്ത് തന്നെ വീണു. അപ്പൊ ഞാനാണോ നിരപരാധി? അതല്ലേ പറഞ്ഞത്, താനല്ലേ നിരപരാധി. എടാ അതെങ്ങനെ അവൻ വീഴുമ്പോ അവനല്ലേ നിരപരാധി? അതിലത് ഞാനാണോ? ഇവിടെ താനാണ് നിരപരാധി. അയാൾ ചുമ്മാ വീണതല്ലേ? വാക്കുകളുടെ അർത്ഥം അറിയാൻ സംസാരിക്കണം. ഞാൻ തന്റെ നടന്നു വന്നപ്പോ ഇവിടെ തട്ടി വീണു. അതിന് താനല്ലേ നിരപരാധി. തന്റെ ദേഹത്ത് തട്ടി വിടില്ലേ? മിസ്റ്റർ എന്തോ താനിപ്പോ ഒന്ന് നടന്നു വന്നു തന്നെ വീണു. അപ്പൊ പിന്നെ ആരാ നിരപരാധി? നിങ്ങളാണ് നിരപരാധി. എടാ ഞാനല്ല നിരപരാധി, നീയാ. നിങ്ങളാണ് നിരപരാധി. അത് ശരി, അപ്പൊ ഞാനാ നിരപരാധി. നിങ്ങളാണ് നിരപരാധി. ഞാൻ നിരപരാധിയാണെന്ന് നീ അങ്ങ് സാമർത്ഥ്യ. നിങ്ങളാണ് നിരപരാധി. കൊള്ളാം, നല്ല സാമർത്ഥ്യം. രണ്ടുപേരും കൂടി നമ്മളെ നിരപരാധിയാക്കുക. ഇതെന്ത് കുരിശാടാ ഇതൊക്കെ? അത് ശരി, അപ്പൊ നീ പറയണ ഞാനാ നിരപരാധി. നിങ്ങളാണ് നിരപരാധി. ഞാനല്ല നിരപരാധി. നിങ്ങളാണ് ഈ നിൽക്കണ ഞാനാണ് നിരപരാധി. നിങ്ങളാണ് നിരപരാധി. ഞാനാണല്ലേ? എടാ ഞാനല്ല നിരപരാധി, നീയാ. അറിയാവോ? കാണിക്കാൻ പറയാണ്ട് ഞങ്ങളുടെ ഡയറക്ടർ തല്ലിയോ? പ്രൊഡ്യൂസർ ഇതിനൊരു തീരുമാനം എന്താണ് പ്രശ്നം? താൻ ആരെയും തല്ലി പറയോ? ഞങ്ങളുടെ പ്രൊഡ്യൂസറെ പോലീസിനെ വിളിക്കട്ടെ. പോലീസിനെ വിളിക്കാം. എന്താ ഈ നിൽക്കുന്നവനുണ്ടല്ലോ, ഈ നിൽക്കുന്നവൻ ഇന്നാ നിങ്ങളുടെ ഓഞ്ഞ പ്രൊഡ്യൂസർ ആയത്. അറിയാം, 10-30 വർഷം മുമ്പേ ഉണ്ടല്ലോ നിങ്ങൾ ഈ ഓഞ്ഞ പ്രൊഡ്യൂസർ ചെയ്ത പ്രൊഡ്യൂസറാണ് ഈ ഞാൻ. അതായത് ഇവന്റെ അച്ഛൻ.